നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദക്ഷിണ കൊറിയ മുഖ്യ ശത്രുവാണെന്നും യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായാൽ അത് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഉത്തര കൊറിയൻ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിലാണ് കിമ്മിൻ്റെ പ്രസ്താവന. ദക്ഷിണ കൊറിയ ഭരണ തകർച്ചയ്ക്കും പിടിച്ചടക്കലിനും ശ്രമിക്കുന്നതിനാൽ അവരുമായി ഒരുമിക്കുക സാധ്യമല്ല. ദക്ഷിണ കൊറിയയാണ് രാജ്യത്തിൻ്റെ പ്രഥമ ശത്രുവെന്ന് ഉത്തര കൊറിയക്കാരെ ബോധവൽക്കരിക്കുന്നതിന് ഭരണഘടനാ ഭേദഗതി ചെയ്യണമെന്നും കിം അഭിപ്രായപ്പെട്ടു. ഉത്തര കൊറിയയെ ദക്ഷിണ കൊറിയയിൽ നിന്ന് വേറിട്ട പ്രദേശമായി നിർവചിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അത് ഒഴിവാക്കാൻ ഉദ്ദേശവുമില്ല. ദക്ഷിണ കൊറിയയെ യുദ്ധത്തിൽ പൂർണ്ണമായും കീഴടക്കാനും തിരിച്ചുപിടിക്കാനും ഉത്തര കൊറിയ പദ്ധതിയിടണം. ദക്ഷിണ കൊറിയക്കാരെയും ഇനിയും സഹപൗരന്മാരായി കാണരുത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയവിനിമയം അവസാനിപ്പിക്കണം. പോങ്യാങ്ങിലെ പുനരേകീകരണത്തിൻ്റെ സ്മാരകം നശിപ്പിക്കണം. കിം ജോങ് ഉൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയെ ശത്രുരാജ്യമെന്ന് വിളിച്ചത് രാജ്യദ്രോഹമാണെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സൂക് യോൾ പറഞ്ഞതിന് പിന്നാലെ കൊറിയൻ ഏകീകരണവും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള ടൂറിസവും കൈകാര്യം ചെയ്യുന്ന 3 സംഘടനകളും അടച്ചുപൂട്ടാൻ കിം നിർദ്ദേശം നൽകിയതായിട്ടാണ് റിപ്പോർട്ട്. ഉത്തര കൊറിയയുടെ തുടർച്ചയായ മിസൈൽ പരീക്ഷണങ്ങൾക്കിടെയാണിത്. യുഎസും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ബന്ധത്തിൽ കിം ജോങ് ഉൻ അപകടം മണക്കുന്നതിനാലാണ് ഇപ്പോഴത്തെ പ്രസ്താവനകളെന്ന് സോളിലെ യുവ വുമൺസ് സർവകലാശാലയിലെ വോൻഗോൺ പാർക്ക് പറഞ്ഞതായി വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു.